ഹോട്ട്സ്പോട്ട് സർഗക്ഷേത്രയിൽ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് ജോബ് കുര്യൻ ആൻഡ് മൃദുല വാര്യർ. ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും നല്ലാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും കണ്ണോട് കണ്ണായിടാ നെയ്യോട് നെയ്യായിടാ കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തിൽ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നോ നാം കണ്ടതല്ലേ. എന്റെ പൊന്നു, എല്ലാവരെയും പെട്ടെന്നൊന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. SK ഹോട്ട്സ്പോട്ടിൽ വന്നിട്ട് ഇത് എന്താണിപ്പോ നമ്മൾ വേറെ പാട്ടുകളാണോ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. വഴി തെറ്റിയിട്ടില്ല, നമ്മൾ SK ഹോട്ട്സ്പോട്ടിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ പറയാം, കലക്കനായിട്ട് റീട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് കണ്ണോട് കണ്ണായിടാം. നമ്മുടെ സ്വന്തം മൃദുല വാര്യർ തന്നെയാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. മൃദുല, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ടോ മൃദുല ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തതിൽ? എനിക്കും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. എന്തായാലും നോർമലി നമ്മൾ SK ഹോട്ട്സ്പോട്ടിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലെ വിശേഷങ്ങൾ മാത്രമല്ല പാട്ടും കൂടി വരുന്നതുകൊണ്ട് ഫുൾ അടിച്ചു പൊളിക്കാനെന്ന് തന്നെയാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ മൃദുലേനെ പറ്റി ഇന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് നമ്മൾ ബാക്ക് ടു ഈ ഒരു ഹിഡൻ ജെം. 9 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് പലരും, അത് എനിക്ക് തോന്നുന്നു ആ പാട്ട് അർഹിച്ച അംഗീകാരം അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ദാസനും വിജയനും പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയം ഇപ്പൊ എത്തിയിട്ടുണ്ട്. 9 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും പലരും ഇപ്പൊ ഈ പാട്ട് കേട്ട് അറിഞ്ഞ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും നിറഞ്ഞു നിൽക്കുവാണ് കണ്ണോട് കണ്ണായിടാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൃദുലയുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ വോയിസിൽ ആ പോർഷനിൽ കേട്ടിട്ട് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചത് അല്ലേ? അതെ, അത് ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ തന്നെ അത്രയും ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു അത്. ഇത് റിലീസായ സമയത്ത് തന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അത് റിലീസ് ചെയ്ത സമയത്ത് അത്രയും ഒരു സ്പേസ് ഉള്ള ഒരു സമയമായിരുന്നില്ല. അത്രയും ഒരു റീച്ച് കിട്ടാറുണ്ടോന്ന് ചോദിച്ചാൽ ചില സോങ്സ് ഒക്കെ റീച്ച് ആയിട്ടുണ്ട്, പക്ഷെ എല്ലാ സോങ്സും അങ്ങനെ റീച്ച് ആവുന്ന ഒരു സമയമായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ടൈം ഇങ്ങനെ കഴിയുന്തോറും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആദ്യമൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തെ ഫിലിം സോങ്സിന് മാത്രമാണ് അത്രയും റീച്ച് കിട്ടാറുണ്ടായിരുന്നത്. ഇപ്പൊ അതല്ല, അതൊക്കെ കാലം മാറി എന്നുള്ളത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും, യെസ്. സോ എന്തായാലും നമുക്ക് സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ടിൽ ആദ്യം തന്നെ കണ്ണോട് കണ്ണായിടാം കേട്ട് തന്നെ തുടങ്ങാം. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM ആണ്. കൂടെയുള്ളത് അന്നയും നമ്മോടൊപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്ലേ ബാക്ക് സിംഗർ മൃദുല വാര്യരും. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗംഭീര പിന്നണി ഗായിക തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, മൃദുല വാര്യർ. മൃദുല, വീണ്ടും വീണ്ടും സ്വാഗതം പറയുവാണ് കേട്ടോ, ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ. ആക്ച്വലി നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഞാനും ഇന്ന് നമ്മുടെ ഈ ഒരു ചാറ്റ് തുടങ്ങിയിരിക്കുന്നത്. കാരണം പാട്ടും കേട്ട് സംസാരിക്കാമല്ലോ, അതാണ് മെയിൻ. ശരിക്കും ഓരോ ആർട്ടിസ്റ്റിനോടും ചോദിക്കുന്ന ഒരു കാര്യമാണ് കരിയറിന്റെ ബിഗിനിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മൃദുലേനെ സംബന്ധിച്ച് നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുൻപിൽ തന്നെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ പാടി പാടി വന്ന് ഈ ഒരു കരിയർ തന്നെ കൺഫേം ചെയ്യാം എന്ന് ഉറപ്പിച്ച ഒരു കലാകാരി തന്നെയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ 2004 തന്നെയായിരുന്നു സപ്തസ്വരങ്ങൾ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൂടെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് വന്നു. അതുപോലെ 2005 നമ്മുടെ ഒന്നാം രാഗം എന്ന് പറയുന്ന ഷോയിലൂടെ ഫസ്റ്റ് പ്രൈസ് നേടി. ആൻഡ് 2010 നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്റ്റാർ സിംഗർ വേദിയിലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടും മാറിയത്. അതുകൊണ്ട് തന്നെ മൃദുലയുടെ കരിയർ നമുക്ക് മുൻപിൽ തുറന്നു
പകർന്നു തന്നിട്ടുണ്ട്. ശരിക്കും എനിക്ക് ചോദിക്കാനുള്ളത്, ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞൊരു ഷോ കൂടി ഉണ്ടായിരുന്നു, അത് കൈരടിയില്, അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതന്നെയാണ് ഞാൻ കുറച്ച് മുൻപേ നമ്മളിപ്പോ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, അതായത് അവരിപ്പോ സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് അവരാരായിരുന്നു, എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ശരിക്കും മൃദുലയുടെ അടുത്ത് അത് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് മുന്നിൽ തന്നെ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കരിയർ തന്നെയായിരുന്നു. ശരിക്കും സ്റ്റാർ സിംഗറിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എത്രത്തോളം ഈ കരിയർ തന്നെ ഞാൻ ഫിക്സ് ചെയ്യും എന്നുള്ളതിലേക്ക് ഒരു ഉറപ്പ് തന്നിട്ടുള്ള വേദിയായിരുന്നു. ശരിക്കും ആക്ച്വലി സ്റ്റാർ സിംഗറിന്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഷോസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അമൃത സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു, ആക്ച്വലി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്താണ് ഞാൻ എന്റെ ഡെബ്യൂ മൂവി ചെയ്യുന്നത്. ബിഗ് ബി ആയിരുന്നു എന്റെ ഡെബ്യൂ. ഈ ഷോയില് വൺ ഓഫ് ദി ജഡ്ജിങ് പാനലിൽ അൽഫോൺസ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ സാറാണ് അങ്ങനെ ഒരു ഓഫർ ഈ ഷോന്റെ ഇൻ ബിറ്റ്വീൻ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സാർ. അപ്പൊ അത് ബിഗ് ബി ആയിരുന്നു. അപ്പൊ അതിലേക്കുള്ളൊരു പെട്ടെന്നൊരു ഓഫറായിരുന്നു, അങ്ങനെ ഒരു ഡ്യുവറ്റ് ഉണ്ട്, അപ്പം മൃദു അത് പാടുമെന്ന് പറഞ്ഞിട്ട്. അപ്പം പെട്ടെന്ന് ചെന്നൈക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെയായിരുന്നു ഗോൾ എന്ന് പറഞ്ഞ മൂവിയും നമ്മൾ എല്ലാരും കൂടെ ഉള്ള ആ സോങ് റെക്കോർഡിങ്. ഒരു ദിവസം അതിന്റെ പിറ്റേ ദിവസമായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പോഴും വളരെ എന്താ പറയാ, ഇതൊക്കെ വളരെ സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. ഡെബ്യൂ മൂവി എന്ന് പറയുമ്പോൾ ഏതൊരു കലാകാരിക്കും അന്നെന്ന് വെച്ചാൽ ഫിലിമിൽ പാടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരു മൂവിയിലെങ്കിലും നമ്മുടെ വോയിസ് വരിക, ഒരു സോങ് എങ്കിലും വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ഒരു ഓഫറൊക്കെ വന്നത്. അപ്പം ഓരോ റിയാലിറ്റി ഷോ കഴിയുമ്പോഴും ഓരോ ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റാർ സിംഗർ കഴിയുന്ന സമയത്താണ് എനിക്ക് ഇതൊരു പ്രൊഫഷനാക്കി എടുക്കാമെന്ന് അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ അത് കൺഫേം ചെയ്യുന്നത് സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പോഴാണ്. ആക്ച്വലി അതുവരെ ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ട് അങ്ങനെ പോവായിരുന്നു. ഞാൻ ബിടെക് ആയിരുന്നു. അപ്പം ഹയർ സ്റ്റഡീസ് എന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്ന സമയത്താണ് സ്റ്റാർ സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്റെ പേരൻസ് പുഷ് ചെയ്ത് പറഞ്ഞു വിട്ടതായിരുന്നു. എനിക്ക് ഒന്നാമത് കുറെ റിയാലിറ്റി ഷോസിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്കും എന്റെ പേരൻസിന് എങ്ങനെയാ വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഞാനൊരു പാട്ടുകാരിയായി. അപ്പോ പാരന്റ്സിനാണ് ശരിക്കും താങ്ക്സ് പറയേണ്ടതല്ലേ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിംഗറിനെ നമുക്ക് തന്നതില്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു ഓഫീസിൽ എവിടെയെങ്കിലും ഒന്നും കൂടേണ്ട ഒരാളെ, ഒന്നാമത് ഞാൻ അത്ര ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളെ, ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് സത്യം പറഞ്ഞാല്. അങ്ങനത്തെ ഒരു നേച്ചർ ആണ് ബേസിക്കലി എന്റെ. അപ്പൊ ഇവരാണ് ഫുൾ പുറകിൽ നിന്ന് പുഷ് ചെയ്ത് ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ക്രെഡിറ്റ് അവരുടെയാണ്. പിന്നെ ഓഫ് കോഴ്സ് എന്റെ ബ്രദറും. യെസ്, അതെ അതെ അതെ. ശരിക്കും ഫാമിലി എന്ന് പറയുന്നതേ ഒരു സംഗീത കുടുംബമാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ ഉടനെ തന്നെ എത്തും. പക്ഷെ അതിന് മുൻപ് മൃദുലയുടെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ്, നമ്മുടെ സാരഥി മൂവിയിലെ മഴമുകിലേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ സോങ് കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുൻപാണ് ആ പാട്ട് ശരിക്കും എക്സ്പ്ലോർ ചെയ്തതെന്ന് പറയാം. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം, ഞാനത് ലൂപ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും കുറേ നേരം. ഈ പാട്ട് തന്നെയായിരിക്കും എൻ്റെ ചെവിയിൽ. അത് സോ മഴമുകിലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴമുകിലെ കേട്ടിട്ടായിരിക്കും ഇനി തിരിച്ചു വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി. കാലത്തിനൊപ്പം നമ്മോടൊപ്പം കൂടെയുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിന്നണി ഗായിക മൃദുല വാര്യർ. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി. കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മോടൊപ്പം പാട്ടും കൂട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മൃദുല വാര്യറും ചേരുന്നുണ്ട്. മൃദുല, നമ്മൾ കുറച്ച് മുൻപേ മഴമുകിലേ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂഡിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ സമയത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഒരു കാര്യം, ശരിക്കും മൃദുലേനെ പലപ്പോഴും പലരും കേൾക്കുന്നതും മൃദുലയുടെ എല്ലാ പാട്ടുകളാണെങ്കിലും മേ ബി ഒരു മെലഡിയസ് സിംഗറായിട്ട്, അല്ലെങ്കിൽ മെലഡികൾ മാത്രം പാടുന്ന ഗംഭീര ഒരു സിംഗറായിട്ട് പലരും കരുതുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനെതിരെ ഒരു ചെക്ക് വെക്കാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മൃദുലയുടെ കരിയറിന്റെ ഫസ്റ്റ് ടൈമിൽ വന്നിട്ടുള്ള ഗോൾ മൂവി, അതിലെ ഓ മരിയ എന്ന് പറയുന്നൊരു പാട്ട് മാത്രം മതി, മെലഡി മാത്രമല്ല മക്കളെ എൻ്റെ കയ്യിൽ ഇതുണ്ട് എന്ന് ഉറപ്പിക്കാൻ, അല്ലേ? ശരിയാണ്, അത് വളരെ കറക്റ്റ് ആണ്. ഞാൻ യൂഷ്വലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ജോണർ അല്ല അത്. എന്താ വെച്ചാല് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂപ്പർ സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സോങ്ങിന്റെ ഷൂട്ട് വരുന്നു. കമൽ സാർ അതില് ജഡ്ജായിട്ട് വരുന്നു. അപ്പൊ ഈ ഷോയിലെന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ കൈൻഡ് ഓഫ് സോങ്സ്, എല്ലാ ജോണറും നമ്മൾ അതില് പാടണമായിരുന്നു.
അപ്പം ഈ കമൽ സാറാണെങ്കിലും നമ്മുടെ ജഡ്ജസ് ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ സോങ്സ് ഒക്കെ നമ്മൾ പാടി കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതെ, ഞാൻ മാത്രമല്ല, എല്ലാ കണ്ടസ്റ്റൻസും എല്ലാം ഹാൻഡിൽ ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കമൽ സാറ് വരുന്ന സമയത്ത് അതൊരു എനിക്ക് തോന്നുന്നു ബോയ്സിലെ ഒരു സോങ് ആണ്, നമ്മൾ 5 പേരും കൂടെ പാടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഓഫ് കോഴ്സ് അതൊരു മെലഡി ആയിരുന്നില്ല, അത് വളരെ വൈബ്രന്റ് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് പാടുന്ന ഒരു സോങ് ആയിരുന്നു. നമ്മുടെ എനക്കൊരു ഗേൾ ഫ്രണ്ട് വേണം ആ പാട്ടാണോ? അല്ല, അതാണെങ്കിൽ അത്രയും വൈബ്രന്റ് ആയിട്ട് അത്രയും എനർജറ്റിക് ആയിട്ട് അങ്ങനെ പാടുന്ന ഒരു സോങ് ആയിരുന്നു. അപ്പൊ അതായിരുന്നു കമൽ സാറ് ഗസ്റ്റ് ജഡ്ജ് ആയിട്ട് വന്നപ്പോ കണ്ട ഒരു പെർഫോമൻസ്. അത് കണ്ടിട്ടാണ് സാറ് നമ്മളെ കൊണ്ട് പാടിക്കണം, അതിൽ ആക്ടിൽ ചെയ്യിക്കണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പം മുതലേ പാടുന്നുണ്ട് എല്ലാ ഷോസിലാണെങ്കിലും. ഇപ്പൊ ഞാൻ കൂടുതലും റെക്കോർഡ് ചെയ്തിട്ടുള്ള സോങ്സ്, മൂവിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തിട്ടുള്ള സോങ്സ് മെലഡി ആയിരിക്കാം, പക്ഷെ ലൈവിൽ അറിയാലോ ഒരു 80% നമ്മള് അടിപൊളി സംഭവങ്ങളാണ് വേണ്ടത്. അതെ, അതായത് ഹൈ എനർജി, ഒരു പവർ പാക്ഡ് സംഭവം, ആ ഒരു ഏരിയ നമ്മൾ എന്തായാലും കവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ലൈവ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും എനർജറ്റിക് ആയിട്ട് അങ്ങനെ നിൽക്കണ്ടേ, അപ്പൊ ഫുൾ മെലഡി നമുക്ക് പറ്റില്ല. അപ്പൊ എന്തായാലും പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ കയ്യിലുള്ള ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു ഓ മരിയ എന്നത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? കാരണം ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ നമ്മുടെ റേഡിയോയുടെ ഷോസ്, ലൈവ് ഷോസിലൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ പാട്ടുകൾ ഇടുന്ന സമയത്ത് വൈബായിട്ട് നിൽക്കാൻ വേണ്ടി ഇതുപോലെയുള്ള നമ്മൾ പണ്ടത്തെ പാട്ടുകളിലേക്ക് കുറച്ച് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യുന്ന ഒരു സോങ് തന്നെയാണ് ഗോൾഡിലെ ഓ മരിയ. ഡെഫിനറ്റ്ലി അത് എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ 2K കിഡ്സും ഇവിടെ ഞങ്ങൾ ഫ്ലാറ്റിലാണ്. അപ്പൊ ഇവിടെയുള്ള മാത്തൂനെ ഞാൻ വിളിക്കാം. അപ്പൊ മാത്തുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ അത് പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട് എന്നെ കാണുമ്പോൾ, ആന്റിയുടെ ഓ മറിയ. ഞാൻ ഇങ്ങനെ സർപ്രൈസ്ഡ് ആവാണ്ട് വേറെ പാട്ടൊന്നും അല്ല അവര് പറയാറ്, ഓ മറിയ. അവണെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് സോങ് ആണ് ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പാടാറുണ്ട്, ഒരു വാനിൽ പ്ലേ ചെയ്യാറുണ്ട്. അപ്പൊ 2K കിഡ്സിനും അത് ഇഷ്ടമാണ്. പിന്നല്ല, അപ്പൊ ജെൻസി വരെ അംഗീകരിച്ച ഒരു കലക്കൻ പ്ലേ ബാക്ക് സിംഗർ ആണ് നമ്മോടൊപ്പം കൂടെയുള്ളത് എന്ന് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM ആണ്. കൂടെയുള്ളത് അന്നയും നമ്മോടൊപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്ലേ ബാക്ക് സിംഗർ മൃദുല വാര്യരും. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗംഭീര പിന്നണി ഗായിക തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, മൃദുല വാര്യർ. ആൻഡ് മൃദുല, എനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ട മറ്റൊരു സോങ് ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞേ മതിയാവൂ. നമ്മുടെ ഇവൻ മേഘരൂപൻ മൂവിയിലെ പാട്ട്. ശരിക്കും ഓമരിയായിട്ട് ഭയങ്കര സാമ്യമുള്ള ഒരു പാട്ടിന്റെ തുടക്കമാണ് ഓ മരിമായൻ കവിയല്ലേ അല്ലേ? ആക്ച്വലി ഈ പാട്ടിന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അത് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. പക്ഷെ ഈ പാട്ടില് മൃദുലയുടെ മോഡുലേഷൻസ് ആണെങ്കിലും ചിരിയാണെങ്കിലും ആരാധകർ എത്ര പേരുണ്ടെന്നറിയോ? ഇപ്പോഴാണെങ്കിലും ആ പാട്ട് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് കമന്റ് സെക്ഷൻ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, മൃദുലയുടെ മോഡുലേഷന്റെ പറ്റിയും ചിരിയെ പറ്റിയിട്ടും ഡെഫിനറ്റ്ലി ഒരുപാട് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെ, ഞാനത് നോക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോ. ഞാൻ ഈ കമന്റ്സ് ഒക്കെ ഒന്നുകൂടി നോക്കട്ടെ, ഒന്ന് പുളകിതയാവട്ടെ എന്നല്ലേ? അതെ അതെ അതെ, ധൃതന്ത പുളകിതയാവട്ടെ. അതെ അതെ, ശരിക്കും ആ പാട്ടിന് ഒരു വല്ലാത്തൊരു രസമാണല്ലേ. എനിക്ക് അത് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയായിരുന്നു ആ ഒരു പാട്ടിന്റെ ആ ഒരു മോഡും, ലൈക്ക് ഇങ്ങനെയാണ് അതിന്റെ സന്ദർഭം എന്നൊക്കെ മേ ബി വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരിക്കും. എന്നാലും കറക്റ്റ് വേണ്ട മീറ്ററിൽ തന്നെ അതിങ്ങനെ പ്രസന്റ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു മൃദുല? ഞാനിപ്പോ ഈ പാട്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ അന്നയുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. പൊതുവെ ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്നും എന്തോ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്ന ചൂസ് ചെയ്തിട്ടുള്ള സോങ്സ് അന്ന നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വളരെ റെയർ ആയിട്ട് ആൾക്കാർ പറയുന്ന സോങ്സ് ആണ് അന്ന ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പാട്ട് പാടുന്ന ആളാണോ? ചെറിയ രീതിയിലൊക്കെ പാടും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. മേ ബി. താങ്ക് യു സോ മച്ച് കേട്ടോ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് എന്റെ കഴിവ് കൊണ്ട് ഒന്നുമല്ല. കാരണം നമ്മൾ അന്ധകാലത്തിൽ ഈ പാട്ടുകൾ ഇറങ്ങിയ സമയത്ത് ഓരോ മ്യൂസിക് ചാനൽസിലും നമുക്ക് പാട്ടുകൾ വരുന്നത് ഇതാണ്. സോ നമ്മൾ അതെന്തായാലും ശ്രദ്ധിക്കാനുള്ള ഒരു എലമെന്റ് അന്നേ ഉണ്ട്. പക്ഷെ ഞാൻ അന്ന് വിചാരിച്ചില്ല ആ മൃദുല വാര്യരോട് തന്നെ ഞാൻ ഇന്ന് സംസാരിക്കും എന്നുള്ളത്.
അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ആക്ച്വലി. സന്തോഷം. ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പാട്ടിനെ പറ്റി ഏതോ ഒരു ഷെഡ്യൂളിൽ കഴിഞ്ഞപ്പോഴാണ് ശരത് സാർ ഇങ്ങനെ വിളിക്കുന്ന ഒരു സോങ് ഉണ്ട്. അപ്പൊ ചെന്നൈയില് ആയിരുന്നു റെക്കോർഡിങ്. അപ്പൊ സ്റ്റുഡിയോയിൽ എത്തിയ സമയത്ത് സാറൊക്കെ പാരലി കുറെ മൂവീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ എന്നെ ആദ്യം തന്നെ ഇരുത്തിയിട്ട് ഒരു ഭയങ്കര ഒരു സംഭവം കേൾപ്പിച്ചു. അപ്പൊ ഒരു ഭയങ്കര കുറെ സ്വരങ്ങളും ശരത് സാറിന്റെ ടൈപ്പ് ഓഫ് സോങ്സ് ഇല്ലേ, അങ്ങനെ ഒരു സോങ് കേൾപ്പിച്ചു. എനിക്ക് ഈശ്വര ചതിച്ചോ, ഞാൻ ഇതാണോ പാടുന്നതെന്ന് വിചാരിച്ച് ശരത് സാറെ വിളിച്ചപ്പോ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് സുധാമന്ത്രം പോലത്തെ വല്ല പാട്ടുമായിരിക്കും, ഈശ്വര വിളിച്ചു ഞാൻ പോവും ചെയ്തു, എന്താവോ എന്തോന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത് കേൾപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ കേൾപ്പിച്ച് നല്ല ടെൻഷന്റെ പീക്കിൽ എത്തിയപ്പോഴാണ് ഇതല്ല നീ പാടുന്നത്, വേറൊരു പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ രണ്ടാമത്തെ പാട്ട് കേട്ടപ്പോ, അതായത് ഞാൻ ഈ പാട്ട് ഇവൻ മേഘരൂപനിലെ പാട്ട് ഞാൻ കേട്ടപ്പോ സാറാണ് പാടി വെച്ചിരുന്നത് ട്രാക്ക്. അത് കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ പേടിയായി. ചിരി എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും പാട്ടിൽ വരാത്തൊരു സംഭവമാണ്. നാഥാനീവരും സാലച്ച് കേൾക്കുവാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവിൽ പാടാൻ ഏറ്റവും പേടിയുള്ളൊരു പാട്ടാണ്. ആ ചിരിയുള്ളത് കാരണം അപ്പോഴാണ് ഈ പാട്ട് പാടാൻ വിളിക്കുന്നത്. ഓക്കേ, പക്ഷെ ഇതില് മുഴുവൻ ചിരിയായിരുന്നു അല്ലേ? ഇതിലാണെങ്കിൽ മുഴുവൻ ചിരിയായിരുന്നു. അപ്പൊ ഞാനിത് എങ്ങനെ പാടുന്നില്ല ഈശ്വരൻ. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് ചിരി വരുമോന്ന് എനിക്കറിയില്ല, നല്ല ടെൻഷനുണ്ട്. പക്ഷെ സാറ് ഭയങ്കര കോമഡിയും സാറിന്റെ സ്വതസിദ്ധമായ കുറെ കോമഡികളും ഒക്കെ പറഞ്ഞ് ഒന്ന് ലൈറ്റ് ആക്കിയ സിറ്റുവേഷൻ. പിന്നെ ചില സമയത്ത് പാട്ട് പാടാൻ എനിക്ക് പ്രശ്നമില്ല, പാട്ട് പാടിയിട്ട് അവസാനം ചിരിയിൽ എന്ത് ചെയ്യണം, അങ്ങനെയാണ് കുറെ ലൈൻസ് അല്ലേ. പിന്നെ ചിരിയിൽ തുടങ്ങിയിട്ട് പാട്ട് പാടണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ട് പാടേണ്ട പാട്ടുമാണ്, ഭയങ്കര സെൻഷ്യസ് അങ്ങനത്തെ ഒരു ഫീലിംഗ് കൊടുക്കണം. അപ്പൊ അത് മൊത്തം പ്രശ്നമായിരുന്നു. പിന്നെ അത് ഒരു പല്ലവി കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രാക്കിലേക്ക് വന്നു. പിന്നെ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. സാറും കുറെ ഹെൽപ്പ് ചെയ്തു, അത് ഭംഗിയായി വന്നു. ഫുൾ ക്രെഡിറ്റും സാർക്കാണ്. ഓക്കെ, പക്ഷെ എനിക്ക് സ്റ്റിൽ പറയേണ്ടതും ഡെഫിനറ്റ്ലി ഇപ്പോ നമ്മുടെ മൃദുല പോയിട്ട് ആ പാട്ടിന്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ലൈക്ക് അതിന്റെ കമന്റ് സെക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞതിൽ ഒരു നുണയുമില്ല എന്നപ്പോ മനസ്സിലായിക്കോളൂ. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പായിട്ടും നോക്കാം. അപ്പൊ എന്തായാലും മൃദുല ആ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ പാട്ട് തന്നെ റേഡിയോയിൽ കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ് നമ്മോടൊപ്പം. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പിന്നണി ഗായിക മൃദുല വാര്യറാണ് കൂടെയുള്ളത്. ഒപ്പം അന്നയുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. ഈ കലക്കൻ SK ഹോട്ട്സ്പോട്ടിൽ നമ്മൾ വിശേഷങ്ങൾ മാത്രമായിട്ട് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ തുടങ്ങാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇതൊരു പാട്ടും ഹോട്ട്സ്പോട്ടും ആയിട്ടുള്ള ചാറ്റ് ഷോ തന്നെയായിരിക്കും. കാരണം നമ്മോടൊപ്പം ഉള്ളത് മൃദുല വാര്യറാണ്. മൃദുല, നമ്മൾ കുറച്ച് മുൻപ് കുറേയധികം മെമ്മറീസ് തന്നിട്ടുള്ള പാട്ടുകളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ ഇനി എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ലൈവ് പാടുന്ന സമയങ്ങളിലൊക്കെ പല സിംഗേഴ്സും സ്പോട്ട് ഇംപ്രവൈസേഷൻസ് നടത്താറുണ്ട്. ഇപ്പോൾ ഈ സ്പോട്ട് ഇംപ്രവൈസേഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു സിംഗർ എന്ന് പറയുന്നത്, എനിക്ക് പേഴ്സണലി ഓർമ്മ വരുന്നത് നമ്മുടെ SPB സാറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മൃദുലയുടെ കാര്യം പറയാനാണെങ്കിൽ തന്നെ ലൈവ് ഷോസിലാണെങ്കിലും അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഇന്റർവ്യൂസിലാണെങ്കിലും ഏതെങ്കിലും ഒരു പാട്ട് പാടുന്ന സമയത്ത് സ്പോട്ട് ഇംപ്രവൈസേഷൻസ് ആ ഒരു പാട്ടിന്റെ ഭംഗി ഒട്ടും കളയാതെ തന്നെ പാടി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാനുള്ളത് ഈ കാര്യമല്ല. ഈ ഒറിജിനൽ ട്രാക്ക് പാടുന്ന സമയത്ത് എപ്പോഴെങ്കിലും മ്യൂസിക് ഡയറക്ടറിനേക്കാളും കമ്പോസർ പറഞ്ഞതല്ലാതെ ഒരു ഇംപ്രവൈസേഷൻ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് മ്യൂസിക് ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിൽ, ഇപ്പം M ജയചന്ദ്രൻ സാറാണെങ്കിൽ സാറിന് അറിയാം സാറിന്റെ പാട്ട് എങ്ങനെ വരണം എന്നുള്ളത് സാറിന് അറിയാം. അപ്പം സാറിന് ഒരു ക്ലിയർ പിക്ചർ ആദ്യമേ ഉണ്ട്, കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട്. അപ്പം സാറിന് അത് തന്നെ പാടാൻ ആണ് സാർ കൂടുതലും താല്പര്യപ്പെടാറുള്ളത്. അതുപോലെ തന്നെ ഔസേപ്പച്ചൻ സാറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഔസേപ്പച്ചൻ സാറിന്റെ ഒരു റെക്കോർഡിങ്ങിന്റെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാനിങ്ങനെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് ഇടയിൽ എന്തോ ഒരു ബ്രേക്ക് ആയിരുന്നു. സാറ് പാടിയ അത്രയും പോർഷൻ എന്തോ ലിറിക്ക് ചെക്ക് ചെയ്യാനോ എന്തോ ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പാട്ട് ബ്രേക്ക് റെക്കോർഡിങ്ങിന്റെ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എടുത്താലും ഞാൻ ഇങ്ങനെ ജസ്റ്റ് വാമപ്പ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹമ്മൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു റൂട്ട്, ആ സോങ്ങിന്റെ നോട്ട്സിന്റെ ഒരു റൂട്ടിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ആലാപ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടാറുണ്ട്. അപ്പൊ അത് സാർ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, അത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ സാറ് പറഞ്ഞു, സാർ അത് അവിടുത്തെ മൈക്ക് ടോക്ക് ബാക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു, നീ ഇപ്പൊ പാടിയ ആലാപ് ഉണ്ടല്ലോ അത് നമുക്ക് വേണം, അതുമല്ല നീ പഠിക്കോ,
അപ്പൊ എനിക്കാണെങ്കിൽ അത് ഓർമ്മയില്ല. അപ്പൊ ഞാൻ എന്തായിരുന്നു പെട്ടെന്ന് പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാനത് ഏകദേശം ആ ഒരു റൂട്ടൊക്കെ പിടിച്ച് ഞാൻ പാടി. അപ്പൊ അത് സാർ അത് ഒരു BGM യൂസും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇതേമാതിരി ഇംപ്രവൈസേഷൻസ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ അറിയാതെ പാടുന്ന ചിലപ്പോ ഈ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. നമ്മള് മറ്റേ സിനിമകളിൽ പറയുന്ന പോലെ ഒരു വട്ടേ പേര് പറയാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ പേര് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതെ അതെ സെയിം. അപ്പൊ അങ്ങനെ കുറെ ചിലര് ഇപ്പം പുതിയ എനിക്ക് തോന്നുന്നു യങ്ങർ ജനറേഷനിലുള്ള മ്യൂസീഷ്യൻസ് കുറെ ഒക്കെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഇപ്പം അവരത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ചിലർ പറയാറുണ്ട് ഇത് ലാസ്റ്റ് പല്ലവി ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡ അത് അവിടെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുമോ, അത് മൃദുലയുടെ സ്റ്റൈലിൽ ചെയ്താൽ മതി, അങ്ങനെ നമുക്ക് ഫ്രീഡം തരാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പാടാറുണ്ട്, ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു ഏതെങ്കിലും പാട്ടുകളിൽ അത് ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഇത്രയും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് മൃദുലയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ഥിതിക്ക് നമുക്കൊരു റാപ്പിഡ് ഫയർ സെഗ്മെന്റിലേക്ക് പോയാലോ എന്നൊരു ആലോചന എനിക്ക്. കുഴപ്പമുണ്ടോ? നന്നായിരിക്കും. റാപ്പിഡ് ഫയർ ഭയങ്കര തോൽവിയാണ് കേട്ടോ. ഒന്നാമത് ട്യൂബ് ലൈറ്റ് ആണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോഴായിരിക്കും ഞാൻ ആലോചിക്കുക, അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് ഓർമ്മ വരും. ഇല്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് മൃദുലയ്ക്ക് ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് തന്നെയായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. പക്ഷേ അതിനു മുൻപ് കുറച്ച് പാട്ടുകൾ വരാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം പാട്ടും കൂട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം പ്ലേ ബാക്ക് സിംഗർ മൃദുല വാര്യറാണ് കൂടെയുള്ളത്. അപ്പം മൃദുല, കുറച്ച് മുൻപേ മൃദുലേനൊന്ന് പേടിപ്പിച്ചിട്ടാണ് ഞാൻ പാട്ടിലേക്ക് പോയത്. വേറൊന്നുമല്ല, ഒരു ചെറിയ റാപ്പിഡ് ഫയർ സെഗ്മെന്റ് നമ്മൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് സിമ്പിൾ ആയിട്ട് തന്നെ മൃദുലയ്ക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആയിരിക്കും ഇത്. സംഭവം ഞാൻ അധികം സസ്പെൻസ് ഇടുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മൃദുല കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞു ശരത് സാറിന്റെ കാര്യം, അതുപോലെ M ജയചന്ദ്രൻ സാറിന്റെ കാര്യം ഒക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ മൃദുല വർക്ക് ചെയ്തിട്ടുള്ള കമ്പോസേഴ്സിന്റെ കുറച്ച് പേരുകൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൊറ്റ ക്വാളിറ്റി പറയണം, അത്രേ ഉള്ളൂ. അയ്യോ ശരി. ഇത് ശരിക്കും പണിയായോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അവരൊന്നും കേൾക്കാതിരുന്നാ മതി, എന്നാ കുഴപ്പമില്ല. ഒരൊറ്റ ക്വാളിറ്റി മാത്രമേ നമുക്ക് അറിയണ്ടൂ. അപ്പൊ സ്പീഡായിരിക്കണം. ഞാൻ പേര് പറയുന്നു, ഉത്തരം പറയുന്നു. അവിടെ കല്യാണം, ഇവിടെ പാല് കാച്ചൽ, ആ ഒരു വൈബാണ് നമുക്ക് വേണ്ടത്. അയ്യോ കുറച്ച് സമയം തന്നിട്ടോ. ഇറ്റ്സ് ഓക്കെ. മൃദുലയല്ലേ, നമ്മള് ഇത്രയും പാട്ട് പാടി നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരാളെ. അപ്പൊ ഞാൻ കുറച്ച് ഇതായൊക്കെ എന്തായാലും കാണിക്കും, പേടിക്കേണ്ട. ശരി, ഓക്കെ, നോക്കാം. സോ നമുക്ക് ഒരു ഗ്രേറ്റ് ലെജൻഡിൽ നിന്ന് തുടങ്ങാം. ഇളയരാജ സാർ. അയ്യോ, രാജ സാറിന് പറഞ്ഞാൽ എന്താ പറയാ, വളരെ ക്ലിയർ പിക്ചറാണ്. സാറിന് എന്താണ് വേണ്ടതെന്ന് സാറിന് അറിയാം. ലെജൻഡ്, അത്രേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ല. സാറിനെ പറ്റി ഒന്നും പറയാൻ ഞാൻ ആളല്ല. അപ്പോ ലെജൻഡ് എന്നുള്ള ഒരു വേർഡിൽ നമുക്കത് ഫിക്സ് ചെയ്യാം അല്ലേ? ലെജൻഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോ എനിക്ക് തോന്നുന്നു മൃദുലയുടെ ലൈഫിൽ അല്ലെങ്കിൽ മൃദുലയുടെ പാട്ടിന്റെ ആ ഒരു കരിയറിൽ കുറേയധികം പാട്ടുകൾ, കലക്കൻ പാട്ടുകൾ തന്നിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ M ജയചന്ദ്രൻ സാർ. സാറിന്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട ആൾക്കാരെയൊക്കെ സാറിന്റെ ഒരു എന്താ പറയാ, ഒരു ബ്രദറിനെയോ സിസ്റ്ററിനെയോ പോലെയാണ് സാറ് കാണാറുള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സിബ്ലിംഗ് എഫക്ട്. അതെ, ഒരു സിബ്ലിംഗിനെ പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും അഡ്വൈസസ് ഒക്കെ തരാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ബ്രദർ, ഒരു വലിയേട്ടൻ. ഓക്കെ. മാനത്തെ മണിത്തുമ്പ മുട്ടിൽ മീട സൂര്യനോ ബാക്ക്ഗ്രൗണ്ടില്. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് അടുത്ത കമ്പോസറിനെ എടുക്കുവാണ്. നമ്മുടെ മൃദുലയുടെ കരിയറിന്റെ ഫസ്റ്റ് ചാൻസ് തന്നിട്ടുള്ള അൽഫോൻസ് സാർ. ഞാൻ അൽഫോൻസ് പുണ്യാളം എന്ന് പറയുന്നത്. അത്രയും എന്താ പറയാ, എന്റെ അമ്മയൊക്കെ പറയാറുണ്ട് ഒരു പള്ളിയിലച്ഛനൊക്കെ ആവേണ്ടതായിരുന്നു, ഒരു ഫാദറൊക്കെ ആവേണ്ട. അത്രയും ഭയങ്കര എന്താ പറയാ, ഒരുപാട് ഗുഡ് ഡിവൈൻ പേഴ്സൺ. എക്സാക്ട്ലി, അത്രയും ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു നന്മയുള്ള ഒരു വ്യക്തിത്വമാണ്. ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആണ് പുള്ളി. ഭയങ്കര പാവാണ്. അടിപൊളി. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോ ഇനി അടുത്തത് നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്ന സംഗീതത്തിന്റെ രാജാവാണ് അയാൾ, വിദ്യാസാഗർ.
അയ്യോ സത്യം, സംഗീതത്തിന്റെ രാജാവ്. അയ്യോ, ഇത്രയും എന്താ പറയാ, സാറിന്റെ കൂടെ ഞാൻ ലൈവ് ഷോസിനൊക്കെ പോയിട്ടുണ്ട്. ചെന്നൈയിലും സിംഗപ്പൂർ, മലേഷ്യ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ഒരു ദൈവത്തിനെ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് വരാറുള്ളത്. എനിക്ക് സാറിന്റെ ഫസ്റ്റ് റെക്കോർഡിങ്ങിന് പോയ സമയത്ത് എന്റെ കൈയൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച പോലെയൊക്കെ ആയി. അപ്പൊ ഞാൻ കാല് തൊട്ടു അദ്ദേഹത്തിന്റെ. അപ്പൊ ഇതെന്താ ഇത്രയും തണുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സാറിനെ കാണുമ്പോൾ എനിക്ക് ദൈവത്തിനെ കാണുന്ന ആ ഒരു ഫീലാണ്, അതുകൊണ്ടായിരിക്കും സാർ പറഞ്ഞിട്ട് സാറ് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. എന്താ പറയാ, ഒരു സംഗീതത്തിന്റെ രാജാവാണ്. അടിപൊളി. അപ്പൊ നമുക്ക് വൺ വേർഡിൽ പറയാനാണെങ്കിൽ എന്ത് പറയാം മൃദുല? ഒരു എന്താ പറയാ, സംഗീതത്തിന്റെ ദൈവം. രാജാവ്, ദൈവം എന്നുള്ള ഒരു ടാഗ് കൊടുക്കാം അല്ലെ? രാജാവ് ദൈവം അങ്ങനെയൊക്കെ പറയാം. ശരി. അപ്പോ അടുത്തത് നമ്മുടെ യൂത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമ്പോസറാണ് ഗോപി സുന്ദർ. ഓ എന്താ പറയാ, ട്രെൻഡ് സെറ്റർ. പുള്ളി വളരെ എന്താ പറയാ, പുള്ളി വന്ന സമയത്തേക്ക് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ. ഒരു റെവല്യൂഷൻ സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു ഗോപി സാർ വന്ന സമയത്തേക്ക്. പിന്നെ ഇതേമാതിരി വളരെ ഈസിയാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഞാൻ പാടാൻ പോകുന്ന സമയത്ത് പലപ്പോഴും സാർ അവിടെ ഉണ്ടാവാറില്ല. അപ്പം ഞാനും സൗന്ദര്യം മാത്രമേ ഉണ്ടാവുള്ളൂ പാടുന്ന സമയത്ത്. അപ്പൊ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി കേൾക്കാൻ വരും. കേട്ടിട്ട് ഇന്ന സ്ഥലത്ത് ഒന്ന് ഇംപ്രൊവൈസേഷൻസ് കൊടുത്തോളൂ. പുള്ളി തന്നെ പറയും ചെയ്യും ഇംപ്രൊവൈസേഷൻസ് ചെയ്യേണ്ട സ്ഥലമൊക്കെ. അപ്പൊ അത് തന്നെ പാടി വെച്ചാൽ മതി. പിന്നെ അത് വന്ന് കേൾക്കും. ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഒരു ഈസി ഗോയിങ് ആയിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു മനുഷ്യനാണ്. ഭയങ്കര ഈസി ഗോയിങ് ആണ് പുള്ളി. അടിപൊളി അടിപൊളി. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കമ്പോസർ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞത് ആക്ച്വലി നമ്മുടെ ഈ സ്റ്റാർ സിംഗർ വേദികളിൽ ജഡ്ജ് ആയിട്ടിരുന്നിട്ടാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗ്രേറ്റ് മാസ്ട്രോ തന്നെയാണ് അദ്ദേഹം എന്ന്, നമ്മുടെ സ്വന്തം ശരത് സർ. ഡെഫിനറ്റ്ലി. അയ്യോ, എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു ബോംബെന്ന് വേണമെങ്കിൽ പറയാം. സംഗതിയുടെ എന്താ പറയാ, മ്യൂസിക് ബോംബ് അല്ലേ? മ്യൂസിക് ബോംബാണ് സാറ് ശരിക്കും പറഞ്ഞ. അയ്യോ, സാറെന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ സാറിന്റെ കൂടെ എനിക്ക് ജഡ്ജായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് ടോപ്പ് സിംഗറിന്റെ. അപ്പൊ ആ മൊമെന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ട്രഷറായിട്ട് ഞാൻ എപ്പോഴും കരുതുന്ന കാലമാണ്. കാരണം അത്രയും നമ്മൾ ജഡ്ജ് ചെയ്ത സമയത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഗ്രേറ്റ് മെന്റർ തന്നെയാണ് ശരത് സാർ എന്ന് പറയാം അല്ലെ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ സാറിന്റെ ത്രോട്ടിൽ വരാത്തതായിട്ടുള്ള സംഗതികളൊന്നുമില്ല. പിന്നെ ആ സാറ് കമ്പോസ് ചെയ്താണ് റൂട്ട്സ് ഒക്കെ. അയ്യോ, എന്താ പറയാ, അമേസിങ്. ഒന്നും പറയാനില്ല. അതാണ്. അപ്പൊ എന്തായാലും ഒരു മ്യൂസിക് ബോംബ് എന്നുള്ള ടാഗാണ് നമ്മള് ശരത് സാറിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫൈനൽ ലാസ്റ്റിലേക്ക് നമ്മൾ എത്തി തുടങ്ങി കേട്ടോ. ലാസ്റ്റത്തെ ഒരു കമ്പോസറായിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മറ്റൊരു കമ്പോസർ തന്നെയാണ് ഔസേപ്പച്ചൻ സാർ. തീർച്ചയായും. അയ്യോ, ഔസേപ്പച്ചൻ സാർ തന്നെ വളരെ എന്താ പറയാ, ഒരു പ്രത്യേകമായിട്ടൊരു വേർഡ് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഒരു മെലഡി കിങ് വേണമെങ്കിൽ പറയാം അല്ലെ. എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് പെർഫെക്ഷനിസ്റ്റ് ആണ്. സാർ വയലിനിസ്റ്റ് ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ വയലിനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പിച്ച് പെർഫെക്ഷനിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ ഒരിക്കൽ റെക്കോർഡിങ്ങിന് പോയ സമയത്ത് സാർ എന്റെ അടുത്ത് ചോദിച്ചു, നീ വയലിൻ പഠിക്കണ്ടോ? എനിക്ക് നിന്റെ പിച്ചിങ് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. കാരണം വയലിനിസ്റ്റുകൾ എപ്പോഴും ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് വായിക്കുന്ന ആൾക്കാരായിരിക്കും. പിച്ചിങ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ അത് വയലിൻ പഠിക്കുന്നോണ്ട് അത് ഹെൽപ്പും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വയലിന്റെ ABCD എനിക്കറിയില്ല സാർ. പിച്ചിങ് ഒക്കെ എങ്ങനെ ഓക്കെ ആയതാണ് ബൈ പ്രാക്ടീസ്, അല്ലെങ്കിൽ ബൈ ഇൻബോൺ ആയിട്ട് കിട്ടിയതാവാം, ദൈവാനുഗ്രഹം കൊണ്ട് വന്നതായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ സാർ. അപ്പോൾ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് പറയാം. ഓക്കെ. എന്തായാലും മൃദുല, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സെഗ്മെന്റ് കൂടിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ അധികം വാക്കുകൾ കിട്ടി. നമ്മുടെ ഇളയരാജ സാറ് ലെജൻഡ് ഓഫ് കോഴ്സ് എന്നുള്ള രീതിയിൽ, അതുപോലെ M ജയചന്ദ്രൻ സാറാണെങ്കിൽ ഒരു സിബ്ലിംഗ്, ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടുന്ന് തൊട്ടാണ്, ഇനി നെക്സ്റ്റ് ഉത്തരം തൊട്ടാണ് ആ ഒരു വൈബേ മാറിയത്. നമ്മുടെ അൽഫോൻസ് സാർ വന്നപ്പോ പുണ്യാളനായി. അതുപോലെ വിദ്യാസാഗർ സാർ ഒരു രാജാവ്, അത് നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ ഗോപി സുന്ദർ ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറി, ശരത് സാർ മ്യൂസിക് ബോംബായിട്ട് മാറി. കൊള്ളായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൃദുല നമ്മോടൊപ്പം തന്നെ പാട്ടൊക്കെ ആയിട്ട്, വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടെയുണ്ട്. നമ്മൾ ഇനി അടുത്തതായിട്ട് പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ മൃദുല ഒറ്റയ്ക്കായിരിക്കില്ല, ഒപ്പം ഒരു കുട്ടി കലക്കൻ സിംഗർ കൂടി ഉണ്ടായിരിക്കും. ആരാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വഴി അറിയുന്നുണ്ട് കേട്ടോ.
Keep on listening to SK Hotspot on Sarga Kshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sarga Kshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on Sarga Kshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മുൻപ് ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആയിട്ട് മൃദുല വാര്യരും നമ്മളും മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു റീയൂണിയൻ ആയിരുന്നു ആക്ച്വലി ഇവിടെ നടന്നത്. പക്ഷേ ഇപ്പോ നമ്മോടൊപ്പം മൃദുല വാര്യർ മാത്രമല്ല, ഒരു കുട്ടി കലക്കൻ സിംഗർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ് ഈ ഹൊയ് വിട്ടത്? പറഞ്ഞോളൂ, മടിക്കണ്ട, പറഞ്ഞോ. മൈത്രി, നമ്മുടെ സ്വന്തം മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി എന്ന് തന്നെ നമുക്ക് വിളിക്കാം, അതല്ല അതിന്റെ ഒരു രസം. ഓ നമ്മുടെ മൃദുലയുടെ മകളാണ് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മൃദുലേനെ കടത്തി വെട്ടിയിരിക്കുകയാണല്ലേ സിംഗർ മാത്തു. ഭയങ്കര ഓക്കെ. അപ്പൊ മാത്തുവിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം. ഓക്കെ, എക്സാംസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. മാത്തുവിന്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. എന്തായാലും നമ്മളിപ്പോ റേഡിയോയിലായതുകൊണ്ട് നമ്മളെല്ലാവരും കേൾക്കാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്തുവിന്റെ സൗണ്ട് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നല്ല രസമുണ്ട് കേൾക്കുക. അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി അപ്രിഷിയേറ്റ് ചെയ്തതാ. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നാലോ? ഒരു കലക്കൻ പാട്ടോട് കൂടി അങ്ങോട്ട് തുടങ്ങിയാലോ മാത്തുവിന്റെ വക? കുഞ്ഞോളെ കുമ്പാളി മാമുന്റെ ചാഞ്ചാട് പച്ചക്കറിക്കായ തൊട്ട് ഒരു മുത്തശ്ശിപ്പൊട്ടിട്ട ചൊല്ലി. കുഞ്ഞോളെ കുമ്പാളി മാമുന്റെ ചാഞ്ചാട് വെള്ളരി പിഞ്ച പോലെ ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി. പപ്പാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് കുഞ്ഞോളെ കുമ്പാടി മാമുണ്ട് ചാഞ്ചാട്. ഓ മാത്തു, എന്നെ വീണ്ടും ഫാൻ ആക്കി കളഞ്ഞല്ലോ. അടിപൊളി. ഞാനിവിടെ നിന്ന് കൈയടിക്കുന്നുണ്ട്. കൈയടി കേൾക്കുന്നുണ്ടോ? മാത്തുക്കുട്ടി സൂപ്പർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മൃദുലയുടെയും അതുപോലെ മാത്തുക്കുട്ടിയുടെ ഇന്റർവ്യൂസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നേ. അപ്പൊ മാത്തുക്കുട്ടി തగ్గടിച്ചിട്ട് പൊളിക്കാണ്. വേറെ ആരും സ്റ്റാർ ആവുന്നില്ല, മാത്തു തന്നെയാണ് ഇന്റർവ്യൂസിൽ താരം ഇപ്പൊ. അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് പറയും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും മാത്തുവിന്റെ സ്കൂൾ എവിടെയായിരുന്നു? ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ദേവമാതയിലാണ് പഠിക്കുന്നത് അല്ലേ? ഞാനും തൃശ്ശൂരാ വീട്, അതുകൊണ്ട് എനിക്ക് ദേവമാതയൊക്കെ അറിയാം. ഞാൻ ഒരുപാട് വന്നിട്ടുണ്ട് ദേവമാത സ്കൂളില്. ആ പിന്നല്ല. എന്തായാലും മാത്തു, ഞാൻ അറിഞ്ഞായിരുന്നു മാത്തു മിടുക്കി കുട്ടിയാണ്. സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ ആണെങ്കിലും ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി പഠിച്ച് സൂപ്പറായിട്ട് ഉള്ള ഒരു കുട്ടിയാണെന്നൊക്കെ അറിഞ്ഞു. സത്യമാണോ ഇത്? ഓക്കേടാ. നമ്മുടെ സ്കൂളിലൊക്കെ ഫാൻസ് ഉണ്ടോ മാത്തുവിന്? പിന്നെ അല്ല മൃദുല, ഇപ്പൊ എന്ത് ചെയ്യാൻ നമുക്ക്? മാത്തുവാണ് മെയിൻ. എനിക്കറിയില്ല, വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പോ നമ്മള് ദേവാസുരത്തില് ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന പോലെ, വാര്യര് പറയും പോലെ, ഇത് അയാളുടെ കാലല്ലേ? അത് അയാളുടെ കാലാവോ? അങ്ങനെയാണ് എനിക്കും ആഗ്രഹം, അത് തന്നെയാണ്. നോക്കാം നമുക്ക് ഉറപ്പായിട്ടും. അപ്പൊ മാത്തു ഗംഭീരായിട്ടുള്ള പാട്ടൊക്കെ പാടി നമ്മൾ ഇനിയും നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ കുറച്ചു നേരത്ത് ഓക്കെ ആയിരിക്കില്ലേ പാടാൻ? പ്രശ്നമില്ലല്ലോ? ഓക്കെയാണ്. എനിക്കറിയാം മാത്തുവിന് ഇന്റർവ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് പാടാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും മാത്തുവിന് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. മാത്തു വേണമെങ്കിൽ നമുക്ക് എന്തായാലും അമ്മയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചോട്ടെ ഞാൻ. ഓക്കേടാ. അപ്പോൾ മൃദുല, ഇനി മാത്തുവിന്റെ കുറേയധികം വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പക്ഷേ നമുക്കറിയാം, കുറച്ച് മുൻപേ നമ്മൾ സൂചിപ്പിച്ചു വീട്ടിൽ ശരിക്കും ഒരു ഗാനമേളയ്ക്കുള്ള ആൾക്കാർ ആക്ച്വലി ഉണ്ട് എന്നുള്ളൊരു കാര്യം. സോ ഫാമിലീനെ മൃദുല തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആരൊക്കെയാണുള്ളത് വീട്ടില്? വീട്ടില് അച്ഛൻ, അമ്മ, എനിക്ക് ബ്രദർ ആണുള്ളത്. ബ്രദർ ബാംഗ്ലൂരാണ്. പുള്ളി അവിടെ വർക്ക് ചെയ്യാണ്, എഞ്ചിനീയർ ആണ്. ഫാമിലി ഒക്കെ ആയിട്ട് അവിടെ സെറ്റിലാണ് ബാംഗ്ലൂര്. പിന്നെ ഞങ്ങളിവിടെ തൃശ്ശൂര് എന്റെ ഹസ്ബൻഡും മോളും ആണുള്ളത്. ഹസ്ബൻഡ് ഇവിടെ ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാണ്.
മോളിപ്പം 4th-ലേക്കായി. ഇതാണ് എന്റെ ഫാമിലി. ഇനി പാട്ടുകാരൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാരും അത്യാവശ്യം പാടുന്ന ആൾക്കാരാണ്. അതെ അതെ അതെ. ആക്ച്വലി നിങ്ങൾ എല്ലാവരും കൂടി കൂടുന്ന സമയം നല്ല രസമായിരിക്കും അല്ലേ, പാട്ടും ബഹളവും. രസമാണ്. പിന്നെ അതെ നല്ല രസമാണ്. അടിപൊളി. പിന്നെ അതെ, എന്റെ ബ്രദറാണ് കുറച്ചുകൂടെ ഏറ്റവും നന്നായിട്ട്. ഞാനല്ലാതെ പാട്ട് കൂടുതലും പാടുന്ന ആളെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അവിടെ ജോലിയുടെ കൂടെ തന്നെ അവർക്കൊരു ബാൻഡ് ഒക്കെ ഉണ്ട്, കുറെ ടെക്കീസ് ഒക്കെ ഉള്ള ഒരു ബാൻഡ് ഉണ്ട്, ബ്യൂട്ടിഫുൾ. ലെവന്റെ ബാൻഡുകളുണ്ട്. അപ്പൊ അവിടെ കുറെ ഷോസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ പോകുന്നു, ഫാമിലിയും സംഗീതവും ഒക്കെയുള്ള വിശേഷം. എന്തായാലും മാത്തുക്കുട്ടി നമ്മുടെ കൂടെ കൂടിയ സ്ഥിതിക്ക് എന്തായാലും മാത്തൂട്ടിയുടെയും അമ്മയായിട്ടുള്ള മൃദുലയുടെയും ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അതിന് മുൻപ് ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ട് നമ്മളിതാ SK ഹോട്ട്സ്പോട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പിന്നണി ഗായിക മൃദുല വാര്യറാണ് കൂടെയുള്ളത്. ആൻഡ് മൃദുലയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവറസ്റ്റ് ജെമ്മും കൂടെയുണ്ട്, നമ്മുടെ സ്വന്തം മാത്തുക്കുട്ടി. മാത്തുക്കുട്ടിയുടെ പാട്ടുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും മൃദുലയുടെ തന്നെയാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇപ്പൊ വീട്ടിൽ മൃദുലയ്ക്ക് ഭീഷണിയായിട്ട് ഗംഭീരമായിട്ട് സ്കോർ ചെയ്യുന്നത് നമ്മുടെ മാത്തുക്കുട്ടിയാണെന്നുള്ള ഒരു റൂമറൊക്കെ പരക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്തായാലും നല്ല റൂമറാണ്, ഒരുപാട് സന്തോഷമുള്ള റൂമറാണെന്ന് എനിക്കറിയാം. പുലിക്ക് പിറന്ന പുലിക്കുട്ടി തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു. ശരിക്കും മാത്തുക്കുട്ടിയുടെ വീഡിയോസ് യൂട്യൂബിലാണ് വൈറലായി തുടങ്ങിയത് അല്ലേ? അതെ അതെ, ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നൊരു പാട്ടൊക്കെ പാടി. പിന്നെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് അത് ആ ഒരു സ്റ്റെപ്പ്, വൈറലിന്റെ മുമ്പുള്ള മാത്തുക്കുട്ടി ആയ ഒരു സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? മോളധികം ഒന്നും പാടില്ലായിരുന്നു ആദ്യം. ഞാൻ വിചാരിച്ചു അവള് ശരിക്കും പാടില്ലായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കോവിഡിന്റെ സമയത്ത് അവർക്ക് ഓൺലൈൻ ക്ലാസ്സസില് കുറച്ച് പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്യുന്നു ഓണത്തിനും. അങ്ങനെ ആ സമയത്തൊക്കെയാണ് ഇവള് പാടി തുടങ്ങിയത്. പിന്നെ ഞാനിങ്ങനെ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യല്ലോ, നമ്മള് പാടുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവളിങ്ങനെ കേൾക്കാണല്ലോ. അപ്പൊ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ആയിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുടെ മൈൻഡിൽ കേറിയിട്ടുണ്ട് പാട്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ ടീച്ചേഴ്സ് ഇങ്ങനെ പാടാൻ പറഞ്ഞപ്പോ ഒരു ഫുൾ സോങ് ആയിട്ട് പാടാൻ പറഞ്ഞപ്പോ ഒരു പാട്ട് പഠിപ്പിച്ച് വിട്ടു. അപ്പൊ അത് നന്നായിട്ട് പാടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഇടയിലാണ് പുള്ളിക്കാരി പാടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മള് കോവിഡ് ഒക്കെ ഒന്ന് കൺട്രോൾഡ് ആയി. പിന്നെ നമ്മളിവിടെ തൃശ്ശൂർക്ക് വന്ന സമയത്ത് കുറച്ച് പാട്ടുകളായിട്ട് പല്ലവി മാത്രം അവള് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ സോങ് ആയിട്ട് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാറില്ല. കുറച്ചായിട്ട് ഇങ്ങനെ അവൾ അറിയാതെ ആയിരുന്നു ഓരോ പാട്ടും ഇങ്ങനെ പഠിപ്പിച്ചിരുന്നത്. അപ്പം പല്ലവി മാത്രമായിട്ട് കുറച്ച് പാട്ടുകൾ അറിയായിരുന്നു. അപ്പൊ അത് മാത്രം റെക്കോർഡ് ചെയ്തു ആദ്യം സ്റ്റുഡിയോയിൽ പോയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത പാട്ടുകളെല്ലാം കൂടെ ഷൂട്ടും ചെയ്തു, ഒരു 4 പാട്ട്. അപ്പൊ അത് ഞാനും കൂടെ പാടുന്നുണ്ടായിരുന്നു ചില പാട്ടില്. പിന്നെ അവളുടെ ഫോളോ ഉണ്ടായിരുന്നു, പല്ലവി മാത്രമായിട്ട്. അതാണ് തുടക്കം. ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു, അത് യൂട്യൂബിലും ഒക്കെ ഇട്ടു. അത് നല്ല പുതിയതായിട്ട് ഒരു സാധനം കേട്ടപ്പോ, ഞാനും അവളും കൂടെ ഉള്ളൊരു സാധനം കേട്ടപ്പോ എല്ലാരും അത് ആക്സെപ്റ്റ് ചെയ്തു. അതെ അതെ അതെ, അടിപൊളി. എന്തായാലും എനിക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ മാത്തുക്കുട്ടി. നമ്മള് മാത്തുവിന്റെയും അമ്മയുടെയും കാര്യം മാത്രമേ അറിഞ്ഞുള്ളൂ, പക്ഷെ ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരു സിംഗർ വീട്ടിൽ തന്നെ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞില്ല അല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് കേട്ടോ മാത്തു. ഏതാണെന്നറിയോ? നിങ്ങൾ 3 പേരും കൂടി പാടിയിട്ടുള്ള പൂവട്ടക തട്ടിച്ചിന്തി. അതൊരുപാട് രസമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനെ അവസാനം നമ്മുടെ മാത്തുക്കുട്ടിയാണ് ഇതിൽ സ്കോർ ചെയ്യുന്നത്. തന്തോ നിക്കാറ്റ് എന്ന് പാടുന്ന പോർഷനല്ലേ, അതാണ്. അതൊരുപാട് രസമുണ്ടായിരുന്നു മാത്തു. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു മാത്തുവിന് താങ്ക് യു പറഞ്ഞു വയ്യാണ്ടാവുന്നു അല്ലേ? ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, നല്ല രസമുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാ. ചേച്ചി കറക്റ്റ് ആയിട്ട് എല്ലാ വീഡിയോസും മാത്തുവിന്റെ കണ്ടിട്ടുണ്ട് അല്ലേ? അത് എങ്ങനെ കാണാതിരിക്കും, വൈറലായതുകൊണ്ടല്ലേ മാത്തു. ശരി, അപ്പൊ എന്തായാലും മാത്തുവിന്റെ അടുത്തൊരു പാട്ട് വരാനുള്ള ടൈം ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാത്തുവും അമ്മയും കൂടി വേണമെങ്കിൽ പാടിക്കോ, നമുക്ക് 2 പേരുടെയും പാട്ട് കേൾക്കാലോ. ആ ശരി. അലനുരയും കഥവ് തന്നു വഴിയ ചിത്രശലഭം നാം മുന്നാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്താം
വാവാവോ പാടുമ്പോൾ ചായറങ്ങും തീരുമ്പോൾ ഓടിപ്പറഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചുവഞ്ഞുറങ്ങും മാറോട് ചേർത്തന്ന് കൊഞ്ചിച്ചൂടെ എല്ലാരും നിന്നോടെ ഉല്ലാസത്തിൽ തന്നെ കൊക്കിക്കൂരുകിയും കൊകുകുക്കുകൂകിയും ദീർഘായും വെട്ടുക്കിളി കാടോരം കൊത്തിപ്പേറൊക്കെയും കുറുവാനിട്ടാട്ടും പടകൂട്ടിപ്പായാനന്തേ നിന്നെ ഒരാളെയും പേടിച്ചിരിപ്പാളെ എടാ നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് താളം പിടിച്ച് ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി. നല്ല രസമുണ്ട്. അപ്പോ മാത്തുക്കുട്ടി, നമുക്കറിയാം വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എന്താണ് വെക്കേഷൻ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? പുതിയ പുതിയ പാട്ടുകളും വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മള് പിന്നെ ഏപ്രിൽ 15 നമ്മള് കാശ്മീർ പോകുന്നുണ്ട്. ആഹാ, അടിപൊളി. അമ്പോ മൈൻഡില് ഫുള്ള് അതാണ് കാശ്മീർ. ഇപ്പൊ 2 മാസമായിട്ട് കേട്ടോണ്ടിരിക്കണത്. അപ്പൊ വേറെ പ്ലാൻസ് ഒന്നും ഇപ്പൊ പറഞ്ഞാലും തലയിൽ കേറില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും ഗോ ടു കാശ്മീർ അല്ലേ? അതെ, കാശ്മീരിൽ പോയിട്ട് വന്ന് വീഡിയോസ് ചെയ്യണം എന്നാണ് നമ്മുടെ പ്ലാൻ അല്ലേ. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അമ്പോ അടിപൊളി. അപ്പൊ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തകർക്കാനുള്ള പ്ലാനാണ് ഈ വെക്കേഷൻ. എനിക്ക് ചെറിയൊരു ടിപ്പ് പറയാനുണ്ട് കേട്ടോ മാത്തു. വേണമെങ്കിൽ കുറച്ച് നേരം ഇപ്പൊ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തോളൂ. അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോൾ കുറച്ച് ടൈം ലാഭിക്കാമല്ലോ. ഏതൊക്കെ പാട്ട് പാടണം അല്ലെങ്കിൽ എന്തൊക്കെ റീൽസ് ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഇപ്പൊ തന്നെ വെച്ചോ കേട്ടോ. അമ്മോടൊന്നും ഇപ്പൊ പറയണ്ട, അവിടെ എത്തുമ്പോ സർപ്രൈസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കേടാ. ഇനി എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അതുകൂടി സാധിച്ചു തരുമോ മാത്തുക്കുട്ടി? വേറെ ഒന്നുമല്ല, കുറെ അധികം ഇന്റർവ്യൂസിലും മേ ബി ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മുടെ മാത്തുവിന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അത്ര സിമ്പിൾ അല്ല. നമ്മുടെ ജീൻസ് മൂവിയിലെ കണ്ണോട് കാണുമ്പതെല്ലാം പാട്ട് ഗംഭീരമായിട്ട് മാത്തുക്കുട്ടി പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സർഗക്ഷേത്രയിൽ എല്ലാവർക്കും വേണ്ടി ആ പാട്ടൊന്ന് പാടണം കേട്ടോ. കാരണം മാത്തുക്കുട്ടി ചൂസ് ചെയ്യുന്ന പാട്ടുകൾ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള പാട്ടുകൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട്, അതായത് നോർമൽ എല്ലാവർക്കും പാടാൻ പറ്റാത്ത പാട്ടുകൾ ചൂസ് ചെയ്ത് പഠിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് മാത്രം ഒന്ന് പാടി തരാമോ? മതി 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 മതി, ചെറിയ പോർഷൻ ആണെങ്കിലും മതി മതി മതി. കണ്ണോട് കാൺപത് ഞാൻ തലേവാ കൺകളൊക്കെ ചന്ദ്രമില്ലേ എന്നെ വിട്ട് തിരികത്തില്ലേ കണ്ണോട് മണിയാനായതന എന്നെ വിട്ട് തിരികത്തില്ലേ എന്നെ വിട്ട് തിരികത്തില്ലേ. മാത്തുക്കുട്ടി എന്റെ ചോദ്യത്തിനൊക്കെ നേരത്തെ ഒരുപാട് ഉത്തരം പറഞ്ഞിട്ടുള്ള ഉത്തരം ഞാൻ തിരിച്ചങ്ങോട്ട് പറയുകയാണേ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമായി കേട്ടോ. ഓക്കേടാ, ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും മാത്തുക്കുട്ടിയുടെ ഈ പാട്ടും കേട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നതും ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ണോട് കാണുമ്പോഴെല്ലാം തന്നെ കേൾക്കാം. കേട്ടോണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ്. നമ്മോടൊപ്പം കൂടെയുള്ളത് മൃദുല വാര്യരും മാത്തുക്കുട്ടിയാണ്. SK Hotspot. Once again, welcome back to SK Hotspot on Sargakshetra 89.6 FM. നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് മൃദുല വാര്യറാണ്. മൃദുല എല്ലാ ഇന്റർവ്യൂസിലും മേ ബി ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, മൃദുലയുടെ ലൈഫിൽ തന്നെ ഒരു മെയിൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഒരു സോങ്, മേ ബി സോങ്ങിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ കളിമണ്ണ് മൂവിയിലെ ലാലി ലാലി തന്നെയായിരിക്കും അല്ലെ? M. ജയചന്ദ്രൻ സാറിന്റെ മ്യൂസിക്. സോ കളിമണ്ണിന്റെ ലൈക്ക് ആ ഒരു മൂവി ആണെങ്കിലും ആ ഒരു പാട്ടാണെങ്കിലും ഒരുപാട് പേർക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് അല്ലെങ്കിൽ പാട്ടാണ്. സ്പെഷ്യലി പാട്ടിന്റെ കാര്യത്തിൽ തന്നെയാണ് പറയാനുള്ളത്. ഗർഭിണികൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആയിട്ടുള്ള കുറേയധികം വിമൻസും ആ പാട്ട് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ കേൾക്കും. അവർക്ക് ആ ഒരു പീസ്ഫുൾനെസ് തരുന്ന ഒരു പാട്ട് തന്നെയാണ്. ആക്ച്വലി എങ്ങനെയാണ് ആ പാട്ടിലേക്ക് മൃദുലേനെ ഒരുക്കിയത്? സത്യം പറഞ്ഞാൽ എല്ലാരും എന്റെ ഡെബ്യൂ സോങ് ലാലി ലാലി ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ കുറെ പാട്ടുകൾ അതിന് മുന്നിൽ പാടിയിരിക്കുന്ന, എന്നിട്ടും ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളൊരു ലേബൽ കിട്ടാത്ത ഒരു സ്റ്റേജിലാണ് ഈ ഒരു പാട്ട് എന്നെ പാടാൻ വിളിക്കുന്നത് സാർ. അപ്പൊ അത്രയും എന്റെ കരിയറിൽ തന്നെ ഒരു ബിഗ് ബ്രേക്ക് തന്നെയാണ് ഈ ഡെഫിനറ്റ്ലി ഈ ലാലി ലാലി. അപ്പൊ എന്നെ പാടാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് ട്രാക്ക് സാറ് തന്നെയായിരുന്നു പാടി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലെ തന്നെ എക്സ്പ്രഷൻസ് വാരി വെതിരിയിരിക്കുകയായിരുന്നു സാറ്. അത്രയും എക്സ്പ്രസീവായിട്ട് ഞാൻ പാടുന്നല്ലോ എന്നുള്ളത് ആയിരുന്നു എന്റെ ഒരു ചലഞ്ച്. പിന്നെ ഒരു പാടാൻ വിളിക്കുമ്പോൾ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, ഫൈനൽ മിക്സിലും മൃദുലയുടെ വോയിസ് തന്നെയായിരിക്കും ഉറപ്പ് തരാൻ പറ്റില്ല, കാരണം ഞാനല്ല അത് ഡിസൈഡ് ചെയ്യുന്നത്, ബ്ലസ്സി സാറും കൂടെ ചേർന്നാണ് ഫൈനൽ ഡിസിഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പാടാൻ ചെന്ന സമയത്ത് പാട്ട് പഠിച്ചിരുന്നു. അപ്പോൾ സിറ്റുവേഷൻ ഒക്കെ സാറ് പറഞ്ഞു തന്നു, ഇങ്ങനെ ഒരു സംഭവമാണ് മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു സിറ്റുവേഷൻ ആണ്. വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ ഒരു സിറ്റുവേഷൻ, ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോ പല താരാട്ട് പാട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മ കുഞ്ഞിന് പാടിക്കൊടുക്കുന്നത്, കാമുകൻ കാമുകിക്ക് പാടുന്നത്, ഭാര്യ ഭർത്താവിന് പാടിക്കൊടുക്കുന്നത്, അങ്ങനെ കുറെ വെറൈറ്റീസ് ഓഫ് താരാട്ട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷൻ ഇച്ചിരി സ്പെഷ്യൽ ആണ്. അതെ, സ്പെഷ്യൽ ആണ്. ഏതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ പാടുന്ന ഒരു പാട്ടാണല്ലോ. അപ്പൊ അത് അത്രത്തോളം എക്സ്പ്രസീവ് ആക്കണം എന്നുള്ളതാണ്. പിന്നെ ഇത് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളും കൂടിയാണ് ഞാൻ. അതെ, അന്ന് കല്യാണം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നല്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ല, ചെയ്യുമ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് റിലീസായത്. അപ്പൊ അതുകൊണ്ട് പ്രഗ്നൻസി, അതിന്റെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അവരുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ അന്ന്. അപ്പോ അതൊരു ചാലഞ്ച് തന്നെയായിരുന്നു. അപ്പോ സാർ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് അതിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു കുഞ്ഞുറുമ്പ് മഴ നനയോ. ഞാൻ ആക്ച്വലി മൃദുല ആ പോർഷൻ പാടാൻ വേണ്ടി പറയാതിരിക്കായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഒരു കുഞ്ഞുറുമ്പ്. ഞാൻ സത്യമായിട്ട് ഞാനത് പറയാതിരിക്കായിരുന്നു. എന്റെ സ്കോറിങ് പോയല്ലോ. കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. അപ്പം സാറ് അതുപോലെയുള്ള വരികളൊക്കെ സാറ് എക്സ്പ്രഷൻസ് കൊടുക്കാൻ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ, എനിക്ക് ഒരു സത്യം പറഞ്ഞാല് എനിക്ക് ഒരുപാട് ലെസൺസ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് സെഷൻ കൂടിയായിരുന്നു. ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ എന്ന് പറയുന്ന സമയത്ത് നനയുമ്പോ നമുക്കൊരു ഷിവറിങ് ഉണ്ടാവുമല്ലോ, ഒരു വിറയൽ. അത് നമുക്ക് വോയിസിൽ കൊണ്ടുവരണം പാടുന്ന സമയത്ത്, തണുത്തിട്ട് വിറയ്ക്കുന്ന പോലെ. അപ്പൊ അതിൽ ആ ഒരു വിഷ്വലിൽ തന്നെ ഒരു ഉറുമ്പ് ഇങ്ങനെ വെള്ളത്തിൽ നനയുന്ന സമയത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതൊക്കെ അത് വോയിസിൽ കൊണ്ടുവരണം. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പാടാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് ആ ഒരു റെക്കോർഡിംഗ് സെഷൻ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മൃദുലയുടെ പാട്ടിന്റെ അല്ലെങ്കിൽ സോങ്ങിന്റെ ഒരു കരിയറിൽ തന്നെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയായിരുന്നു. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു സ്പെഷ്യൽ മൊമെന്റ് കൂടിയാണ് കളിമണ്ണ് അല്ലേ? അതെ, സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ സൈമ അവാർഡ് കിട്ടി. അങ്ങനെ ഒരുപാട് അവാർഡ്, എനിക്ക് തോന്നുന്നു ഒരു 10ഓളം അവാർഡുകൾ, ഏഷ്യനെറ്റ് അവാർഡ്, ജയസിംഗ്, അങ്ങനെ കുറെ അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. വനിത ദൈവാനുഗ്രഹം കൊണ്ട് ഈ അവാർഡൊക്കെ ഉള്ളത്. കാരണം ആ പാട്ട് അത്രയും സോൾഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ്. അതിന്റെ കമ്പോസറിനെയാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. നമ്മോടൊപ്പം കൂടെയുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിന്നണി ഗായിക മൃദുല വാര്യർ. So keep on listening to SK Hotspot on Sargik Kshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargik Kshetra. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on Sargik Kshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് SK Hotspotൽ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗംഭീര പിന്നണി ഗായിക തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, മൃദുല വാര്യർ. ഇനി എനിക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് കൂടി പറയാനുണ്ട്. വേറൊന്നല്ല, നമുക്ക് പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമ്മുടെ സ്വന്തം മൃദുലേനെ അറിയുള്ളൂ. പക്ഷേ ഉള്ളിലൊരു കമ്പോസർ കൂടി ഒളിഞ്ഞിരുന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ത്രാണ അല്ലെ, സന്തോഷ് വർമ്മ സാറിന്റെ ലിറിക്സ് ആൻഡ് ആ ഒരു വേറൊരു മൃദുലേനെയാണ് നമ്മൾ അവിടെ കണ്ടത്. ഭയങ്കര ദേഷ്യം, ഭയങ്കര വിഷമം, അങ്ങനെ എല്ലാ ഒരു അല്ലെ, എന്തായിരുന്നു ത്രാണയുടെ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി? കുറച്ചൊരു അഗ്രസീവ് മൂഡില് ഒരു പ്രൊട്ടസ്റ്റ് പറയുന്ന ഒരു സോങ് ആയിരുന്നു ചെയ്തത്.
എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടെ ചെയ്തൊരു, ഇപ്പൊ ആരാണെങ്കിലും സ്വന്തമായിട്ട് ഒരു ഒറിജിനൽസ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഇഷ്ടത്തോടെ തന്നെ ആയിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ ഞാനും സത്യം പറഞ്ഞാൽ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങോട് നടന്ന ഒരു പ്രോജക്റ്റ് അല്ലായിരുന്നു. അത് പെട്ടെന്ന് വന്നൊരു സംഭവമായിരുന്നു അത് റാണെന്ന് പറയുന്നത്. കാര്യം അതിന്റെ ഒരു തീമും അറിയാം, സബ്ജക്റ്റും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പ്രൊട്ടസ്റ്റ് അറിയിക്കുന്ന ഒരു സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും അവരൊക്കെ നേരിട്ടിട്ടുള്ള അക്രമങ്ങളെ ഇതെങ്ങോട്ടാണ് പോക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ വാളയാർ കേസ് അങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കുറെ കേസസ് ഇങ്ങനെ പത്രങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു തോട്ടും ഒരു പ്രൊട്ടസ്റ്റും കൂടിയാണ് ആ ഒരു സോങ് ആയിട്ട് മാറിയത്. ഡെഫിനറ്റ്ലി അതെന്തായാലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കഴിവിനനുസരിച്ചാണ് ഇതിന് പ്രതികരിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ മൃദുലയെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഉറച്ച ശബ്ദം തന്നെയാണ് നമ്മളിലേക്ക് എത്തിച്ചതും. ആർക്കെങ്കിലും ഈ ഒരു പാട്ട് കേട്ടിട്ടും അല്ലെങ്കിൽ ഈ ഒരു ചിന്ത അവരിലേക്ക് എത്തിയിട്ടും നല്ലൊരു ബുദ്ധി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ത്രാണയുടെയും മൃദുലയുടെയും വിജയം. ഓഫ് കോഴ്സ്. ഓക്കെ. അതുപോലെ മൃദുല ഒരുപാട് സിംഗേഴ്സിനൊപ്പം ഡ്യുവറ്റ് പാടിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം മലയാളം അല്ലാതെ അതുപോലെ നമ്മുടെ തമിഴാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കന്നഡയിലൊക്കെ ആണെങ്കിലും പല ഭാഷകളിൽ പാടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സിംഗറാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആർട്ടിസ്റ്റ് ഉണ്ടോ എടുത്തു പറയാൻ? സത്യം പറഞ്ഞാൽ എന്തോ ഒരു അൺഫോർച്ചുനേറ്റ്ലി റെക്കോർഡിങ്ങിന്റെ സമയത്ത് നമുക്ക് ഇവരൊന്നും കാണാൻ പറ്റില്ല. അതൊരു സങ്കടം. പണ്ടത്തെ കാലത്ത് ലൈവ് റെക്കോർഡിങ്ങിന് ഭയങ്കര രസമായിരുന്നു, എല്ലാവരെയും കാണാൻ പറ്റും, എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ചാണല്ലോ അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു ജനറേഷന് അങ്ങനത്തെ ഒരു ഭാഗ്യമില്ല. നമ്മൾ പാടിക്കഴിഞ്ഞ് നമ്മള് റിലീസ് ആവുന്ന സമയത്താണ് ഇന്ന ആളാണെന്ന് പാടിയെന്ന് പോലും ചിലപ്പം അറിയാൻ പറ്റാറുള്ളത്. പിന്നീട് ലൈവ് ഷോസിലാണ് ഇവരൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ മധുചേട്ടന്റെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്, വിജയ് യേശുദാസ്, വിജയ് ചേട്ടന്റെ കൂടെ, പിന്നെ ഒരുപാട് കാർത്തിക് ചേട്ടൻ, ഇവരൊക്കെ നമ്മള് ലൈവ് ഷോസിന് പോകുമ്പോഴാണ് ഈ പാട്ട് ഞാനായിട്ടോ കൂടെ പാടിയിരിക്കുന്നത്. മലയാളം സോങ്സ് തന്നെ അവര് ചിലപ്പോൾ റിലീസ് ആയാലും ചിലപ്പോൾ കേട്ടോളണം എന്നില്ല. അപ്പൊ അവര് പറയാം അത് എനിക്ക് ഇഷ്ടമുള്ള വളരെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് മലയാളത്തില് എനിക്ക് പറയാറ്. പിന്നെ വിദ്യാസാഗർ സാറിന്റെ ലേറ്റസ്റ്റ് ഒരു സോങ് കാർത്തിക് ചേട്ടന്റെ കൂടെ ആയിരുന്നു പോലെ. അപ്പൊ ഞാനത് കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞ് റിലീസ് ആയതിന്റെ ശേഷം വേറെ ഷോക്ക് പോയ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, അത് മൃദുലയാണ് പാടിയിരുന്നത് അല്ലേ. അപ്പോ സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്, വളരെ ഒരു നല്ലൊരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ നേരിട്ട് കാണുന്നതൊക്കെ അപ്പോഴാണ്. അപ്പൊ ഈ ലൈവ് ഷോസിലൊക്കെയാണ് നമ്മൾ പലരെയും മീറ്റ് ചെയ്യാറുള്ളത്. അടിപൊളി അടിപൊളി. എന്താ വെച്ചാൽ ലൈവില് എല്ലാരും കംഫർട്ടബിൾ ആയവരെന്ന് വെച്ചാൽ എല്ലാരും ഒരുപാട് പേരെ കൂടെ ഞാൻ എനിക്ക് പെർഫോം, ഈവൻ എസ്.പി.ബി സാറിന്റെ കൂടെ വരെ എനിക്ക് പാടാനുള്ള, എസ്.പി.ബി സാർ, ദാസ് സാർ, അവരുടെയൊക്കെ കൂടെ പാടാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടി.ജെ. ചന്ദ്രൻ സാറിന്റെ കൂടെ പാടിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാ ട്രഷറായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ മൊമെന്റ്സ് ആണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരിക്കും ഇനി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഒരു ആഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സിംഗറിന്റെ കൂടെ എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആരോടൊപ്പം ആയിരിക്കും? അയ്യോ അങ്ങനെ കൊറേ പേരുണ്ട്. എനിക്ക് സോനു നിഗം ഭയങ്കര ഇഷ്ടമാണ്. അർജിത് സിംഗ്, പിന്നെ അയ്യോ എനിക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിക്കിപീഡിയയിൽ ഇപ്പം മൃദുല വാര്യറിനെ നോക്കുകയാണെങ്കിൽ ഭാഷകൾ ഏതൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മലയാളം, തമിഴ്, കന്നഡ, തെലുഗു ഈ ഭാഷകളിലൊക്കെ നമ്മുടെ മൃദുല പാടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഏറ്റവും അടുത്ത് തന്നെ ഹിന്ദി എന്നുള്ളൊരു പോർഷൻ കൂടി, ലൈക്ക് ഹിന്ദി എന്നുള്ളൊരു വേർഡ് കൂടി അവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ബോളിവുഡ് മീൻസ് നമ്മുടെ മൃദുലയുടെ ഇഷ്ടം പോലെ ആ ഒരു സിംഗേഴ്സിനോടൊപ്പം തന്നെ പാടി ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പാട്ടും കേട്ട് നമ്മൾ ഓടിയതോട്ടോ. ഇനിയും ഒരു ചെറിയ റൗണ്ട് വരുന്നുണ്ട്. പക്ഷെ ഈ റൗണ്ട് ഡെഫിനറ്റ്ലി അത്ര ടെൻഷനുള്ളതല്ല, ഉറപ്പ് പറയുന്നു ഞാൻ. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് കേട്ട് തിരിച്ച് നമ്മൾ ഓടിയെത്തും. മൃദുലയുടെ കുറേ പാട്ടുകൾ കേൾക്കാൻ കേട്ടുകൊണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ള തന്നെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്.
വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗിക് ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് മൃദുല. നമ്മൾ കുറേ വിശേഷങ്ങൾ അങ്ങനെ അറിഞ്ഞു. ഇനി ചെറിയൊരു റൗണ്ടിന്റെ ആവശ്യകത ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ഇമോഷൻസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമോഷൻസ് കേൾക്കുന്ന സമയത്ത് മൃദുലയ്ക്ക് ഓർമ്മ വരുന്ന ഒരൊറ്റ പാട്ട്. മൃദുലയുടെ പാട്ടുകളാവണമെന്ന് മാത്രമല്ല കേട്ടോ, ഏത് പാട്ടുകളാണെങ്കിലും ആ ഇമോഷൻ കേൾക്കുന്ന സമയത്ത് മൃദുലയ്ക്ക് പെട്ടെന്ന് കത്തുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് ഏതാണെന്ന് വെച്ചാൽ പറയുന്നു. ശരി, നമുക്ക് എന്തായാലും നല്ലൊരു കാര്യം ആയതുകൊണ്ട് തന്നെ സന്തോഷത്തിൽ തുടങ്ങാം. സന്തോഷം എന്ന് പറയുമ്പോ ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? സന്തോഷം എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വന്നത്, സന്തോഷം എന്ന് പറയുമ്പോ എനിക്ക് മഴ കാണുമ്പോ ഭയങ്കര സന്തോഷാണ്. ഓക്കെ, അപ്പൊ പോരട്ടെ. മഴയേ മഴയേ മുത്തിനം തുള്ളികളിൽ കണ്ടു ഞാൻ എന്റെ കാതലനെ കാത്തിരുന്നതാണിന്നുവരെ. പൊളി, ശരിക്കും സന്തോഷായിട്ടോ. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ളൊരു കാര്യം, സമാധാനം, കാംനെസ്, അങ്ങനെയൊക്കെ ഒരു ഫീല്. ആ പാട്ട് കേൾക്കുമ്പോ ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സമാധാനം. എനിക്ക് പേഴ്സണലി ഞാൻ പാടിയതില് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ട്രാക്കാണ്. അൽഫോൺസാറിന്റെ മ്യൂസിക്കിലുള്ള ഒരു സോങ് ആണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോങ് കൂടിയാണ്. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് പൊതുവെ ഞാൻ എന്റെ പാട്ടുകൾ അങ്ങനെ ഞാൻ തന്നെ കേൾക്കാറില്ല. വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണത്. ബാക്കി എല്ലാവരുടെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. എന്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെയാണുള്ളത്, സ്പോട്ടിഫൈ ആണെങ്കിലും. അപ്പൊ പക്ഷെ ഈ ഒരു പാട്ട് ഞാൻ ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ഒരു സോങ് ആണ്. ഞാൻ പാടാം. ലിറിക്ക് ചിലപ്പം മാറിപ്പോവും, പക്ഷെ എന്നാലും ട്രൈ ചെയ്യാം. കോടിനുള്ളിൽ വെയിൽ പൂണർന്നുവോ, പുലർക്കാലമായെന്നറിഞ്ഞുവോ, നിലം മഞ്ഞുവാതിൽ അതുക്കെ തുറന്നുവോ, മനസ്സൊന്നു മെല്ലെ പറഞ്ഞുവോ, ഒരേ മേഘമായി സദാ കഥകളായിരം മധുര ജീവരാഗം മതിമറന്നു പാടും കാതിലോരമായി അറിയാതീനമായി ചുവടറിഞ്ഞ താളം ചിറകു വീശി വേഗം നീലവാനിടം മതിമോഹ സുന്ദരം. ഓ, വരുന്നടാ സമാധാനം, വരുന്നടാ റൊമാൻറ്റിക് വരുന്നടാ എന്ന് പറയുന്ന പോലെ. ശരിക്കും കേട്ടോ, നല്ല രസമുണ്ട് കേൾക്കാൻ. ഭയങ്കര ഒരു പീസ്ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പോ ഞാൻ ഇനി അധികം വെയിറ്റ് ചെയ്യുന്നില്ല, അടുത്തതിലേക്ക് കിടക്കുവാണ്. ആങ്കർ, ദേഷ്യം. അയ്യോ, മാറോ മാറോ, അത് ഫുള്ള് ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ അറിയിക്കുന്ന ഒരു സോങ് ആണല്ലോ. തപ്പ് നിനക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അത് കുറച്ചൊരു ആങ്കറും ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ അറിയിക്കുന്ന ഒരു സോങ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് പാടുന്നില്ല, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ദേഷ്യം വന്ന ചിലപ്പോ ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോ ചിരി വരുമെന്നല്ലേ. വേറെ കുറെ പാട്ടുകളുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോ ഓർമ്മ വന്നില്ല. നമുക്ക് സ്പോട്ടിൽ എന്താണ് വരേണ്ടത് അത് തന്നെയാണല്ലോ റാപ്പിഡ് ഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും പാട്ടിന്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞേ? മാറോ മാറോ. മാറോ മാറോ. ഓക്കെ, അടുത്തത് ഇച്ചിരി വിഷമമുള്ളൊരു കാര്യമാണ്, ദുഃഖം, സാഡ്നെസ്. ദുഃഖം കൊറേ പാട്ടുകളുണ്ട്. അതിലെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട്, ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള രാജസ്ഥാനൊരു പാട്ട്. ഒരുപാട് പാട്ടുകൾ വേറെ ഉണ്ട് കേട്ടോ. ഇല്ല, നമ്മൾ ഒരൊറ്റ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു വികാരം, പ്രണയം, ലവ്. പ്രണയമണിപ്പൂവൽ പൊഴിയും കവിതമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. അടിപൊളി. ഇനി ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റ് ഏതാ പാടാം? എക്സൈറ്റ്മെന്റ് ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലു കല്യാണം. ഓ
അതാണ്. അപ്പൊ വീണ്ടും മോള് നേരത്തെ ഒരു ഹൊയ് വിട്ടിട്ട് പോയി, ഇതാ ഇപ്പൊ അമ്മയും ഒരു ഹൊയ് വിട്ടിട്ടുണ്ട് ലാസ്റ്റ് അല്ലേ. അപ്പൊ എന്തായാലും എനിക്കും ഒരുപാട് സന്തോഷമായിട്ടോ. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും നേരം സംസാരിച്ചു എന്ന്. കുറേ നേരമായി നമ്മൾ സംസാരിച്ചിട്ട് മൃദുല. വേഗം ടൈം പോയി. അപ്പൊ എന്തായാലും പാട്ട് കേട്ട് തിരിച്ച് നമ്മൾ ഓടിയെത്തും. കേട്ടോണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ് കൂടെയുള്ളത്. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പിന്നണി ഗായിക മൃദുല വാര്യറാണ് കൂടെയുള്ളത്. ഫൈനലി എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ കുറച്ച് മുൻപേ നമ്മൾ തുടക്കത്തിലേ സംസാരിച്ച പോലെ ഞാൻ അന്ന് വിചാരിച്ചില്ല, ലൈക്ക് മറിവായ എൻ കവിയല്ലേ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ മൃദുല വാര്യറായിട്ട് സംസാരിക്കും എന്നുള്ളത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലെ പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ഇനി വരാനുള്ളത്, നമുക്ക് ഇതുപോലെ കേൾക്കാനുള്ളത്? ഇപ്പോ തമിഴ്, തെലുഗു, മലയാളം 3 ലാംഗ്വേജസിൽ വരുന്ന ഒരു മൂവി ഉണ്ട്, JSK അവരുടെ. അതില് 3 ലാംഗ്വേജിലും ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു റൊമാൻറ്റിക് മെലഡിയാണ്. പിന്നെ അത് ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകൾ ഇറങ്ങാനുണ്ട്. മൂവിയുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പിന്നെ നമ്മുടെ സിംഗർ അരുൺ ഗോപൻ ചെയ്യുന്നൊരു മൂവി ഉണ്ട്. പിന്നെ ഇപ്പം റീസെന്റ് റിലീസ് ആയത് മച്ചാന്റെ മാലാഖ എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊരു പാട്ടുണ്ടായിരുന്നു. ഞാനും നജീംക്കും ചേർന്നാണ് അത് പാടിയിരിക്കുന്നത്. പിന്നെ ആനന്ദ് ശ്രീബാലയിലൊരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അതെ. ഇനി വേറെ കുറച്ച് പാട്ടുകൾ ഇപ്പം ഉടനെ റിലീസ് ആവുമെന്ന് വിചാരിക്കുന്നു. പാടി വെച്ച പാട്ടുകളുണ്ട്. ഇനി എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? സ്വപ്ന സാക്ഷാത്കാരം എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സ്വപ്നങ്ങള് കുറച്ച് ഇപ്പം എന്റെ ബാൻഡ് ഉണ്ടല്ലോ, ബാൻഡ് ഇപ്പൊ നമ്മള് കുറെ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒറിജിനൽസ് കുറച്ച് ചെയ്യണം എന്ന് ഇങ്ങനെ പ്ലാൻ ഉണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ പ്ലാനിങ്ങിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ കൂടെ ഷോസും ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും മൃദുല വാര്യർ ആൻഡ് ദി ബാൻഡ് അല്ലേ? അതെ. സോ ബാൻഡിന്റെ കുറേയധികം കലക്കൻ പാട്ടുകളും കുറേയധികം കണ്ണോട് കണ്ണായിടാൻ പോലെയുള്ള ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ നമുക്ക് ഇനിയും കേൾക്കാനായിട്ട് പറ്റട്ടെ, ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റട്ടെ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ മൃദുല, ഒരുപാട് സന്തോഷമായി നമ്മുടെ അടുത്ത് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് കുറേ വിശേഷങ്ങളും കുറേ പാട്ടുകളും മാത്തുക്കുട്ടിയുടെ ഗംഭീര വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം മൃദുല. ഓക്കെ, എനിക്ക് സന്തോഷമുണ്ട്, വളരെ സന്തോഷം. അന്ന് എന്താ വെച്ചാൽ എനിക്ക് യൂഷ്വലി ഇന്റർവ്യൂ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ അതല്ല, എല്ലാം സ്റ്റഡി ചെയ്തിട്ട് വന്നിരിക്കണം. പിന്നെ എല്ലാം നല്ല പാട്ടുകളെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ. അപ്പൊ ഞാനും വളരെ എൻജോയ് ചെയ്തൊരു ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും കുറെ അധികം വിശേഷങ്ങളായിട്ട് പിന്നീട് ഒരിക്കൽ കേട്ടുമുട്ടാനായിട്ട് സാധിക്കട്ടെ അല്ലേ? എന്തായാലും തൃശ്ശൂരൊക്കെ വരുമ്പോ നമുക്ക് അപ്പൊ പാക്കലാം. കാണാം. വരൂ, വീട്ടിൽ വരൂ. ഓക്കെ, ഒഫീഷ്യലി എനിക്ക് സ്വാഗതമൊക്കെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഞാനും മൃദുലയും ഒരുമിച്ച് ടാറ്റാ ബൈ ബൈ പറയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആയിരുന്നു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.